കണ്ണൂർ മാടായിക്കാവിൽ വഴിപാട് രസീതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നൽകി തട്ടിപ്പ്. സംഭവത്തിൽ ജീവനക്കാരന് സസ്പെൻഷൻ. വഴിപാട് കൗണ്ടറിൽ നിന്ന് നൽകുന്ന രസീതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് തിരുത്തൽ വരുത്തി നൽകിയാണ് ധനാപഹരണം നടത്തിയത്. ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ മാടായി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ MV അനീഷിനെയാണ് അന്വേഷണ വിധേയമായി ചിറക്കൽ കോവിലകം എക്സിക്യൂട്ടീവ് ഓഫീസർ സസ്പെൻഡ് ചെയ്തത്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാടായിക്കാവ് വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ്. പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് പേരാണ് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നും അങ്ങനെ അന്യ ജില്ലകളിൽ അന്യ സംസ്ഥാനങ്ങളിലടക്കം ഒഴുകിയെത്തുന്നത്. വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടാറ്. ഇവിടെ കൃത്യമായി ഇത് മുതലെടുത്തുകൊണ്ട് രസീതിൽ മറിമായം നടത്തി തട്ടിപ്പ് ധനാപഹരിക്കുന്ന സമീപനമാണ് ഈ ദേവസ്വം ജീവനക്കാർ തന്നെ സ്വീകരിച്ചതല്ലേ? തീർച്ചയായും KP, വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത തട്ടിപ്പാണ് കണ്ണൂർ മാടായിക്കാവിൽ നടന്നത്. KP പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കം ധാരാളം ഭക്തർ ദർശനത്തിനായി എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മാടായിക്കാവ്. അവിടെയാണ് CATU എംപ്ലോയീസ് യൂണിയന്റെ നേതാവ് തന്നെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ക്ഷേത്ര ദർശനത്തിലെത്തിയ കർണാടക സ്വദേശിക്ക് നൽകിയ വഴിപാട് രസീതിയുടെ പകർപ്പെടുത്ത് മറ്റൊരു ഭക്തന് കൂടി നൽകിയാണ് ഇയാൾ തട്ടിപ്പ് നടത്താൻ ശ്രമം നടത്തിയത്. ഇത് പൂജാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ പൂജാരി അത് ക്ഷേത്രം മാനേജറെ അറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ മേശയിൽ നിന്ന് ഇത്തരത്തിൽ നിരവധി ഡ്യൂപ്ലിക്കേറ്റ് വഴിപാട് രസീതികൾ കണ്ടെത്തിയത്. ആ രസീതി തുടർന്ന് അന്വേഷണം നടത്തി. അന്വേഷണ വിധേയമായി CATUവിൻ്റെ നേതാവും അതുപോലെ തന്നെ ഈ CATU എംപ്ലോയീസ് യൂണിയൻ വിഭാഗത്തിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ അനീഷ് എന്ന ജീവനക്കാരനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണം ഉടൻ തന്നെ നടത്തും. ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 300 രൂപയുടെ 4 രസീതുകൾ ഇയാളുടെ കൗണ്ടറിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തന്നെ അനീഷ് വ്യാപകമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നൊരു വിവരം കൂടി പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. 3 വർഷമായി വഴിപാട് കൗണ്ടറിൽ ജോലി ചെയ്തു വരികയാണ് അനീഷ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നേരത്തെ അവിടുത്തെ വാദ്യ കലാകാരനായിരുന്നു. പ്രൊമോഷൻ കിട്ടിയാണ് ഈ ഒരു വഴിപാട് കൗണ്ടറിലേക്ക് അയാൾ എത്തിപ്പെടുകയും ചെയ്തത്. വഴിപാട് കൗണ്ടറിൽ ഇരിക്കുന്ന ആളുകൾ കൃത്യമായി വളരെ ശ്രദ്ധ പുലർത്തേണ്ട ആൾക്കാരാണ്. പക്ഷേ ഇവിടെ ഈ ആളുകൾ കുറഞ്ഞ സമയം നോക്കി വലിയ തട്ടിപ്പ് തന്നെയാണ് ഇയാൾ കാലങ്ങളായി നടത്തിക്കൊണ്ടിരുന്നൊരു ഗുരുതരമായ വിവരം തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഭക്തർ വളരെ പരിഭാവനമായി കരുതുന്ന ഒരു ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ CPM അനുകൂലിയും CATUവിൻ്റെ പ്രവർത്തകനുമൊക്കെയായ ഒരു ജീവനക്കാരൻ ഇത്തരത്തിലൊരു ക്രമക്കേട് അല്ലെങ്കിൽ വളരെ വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രങ്ങൾ ഇത്തരം ആളുകളിൽ നിന്ന് മുക്തരാക്കണമെന്നൊരു ആവശ്യം വ്യാപകമായി ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. KP, കണ്ണൂർ മാടായിക്കാവിലാണ് വഴിപാട് രസീതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നൽകി തട്ടിപ്പ് നടന്നിരിക്കുന്നത്. സംഭവത്തിൽ ജീവനക്കാരനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ജീവനക്കാരൻ അനീഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.